Yo guys. Guys, welcome to back my channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അണ്ണാരക്കണ്ണന് പാല് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ ഒരു കണ്ടന്റ് ഇല്ലാണ്ടിരുന്നപ്പോഴാണ് ഈ പാല് കൊടുക്കുന്ന രീതിയിലൊരു കണ്ടന്റ് എടുത്താലാണ് വിളിച്ചത്. അപ്പോൾ നമുക്ക് പാല് ഗൈസ്, അപ്പോൾ ഇതേപോലത്തെ ഒരു ബോക്സിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഞാൻ കുറച്ച് നേരം മുമ്പ് ഒന്ന് കയ്യിലൊക്കെ എടുത്ത് ഇതാക്കി നോക്കിയായിരുന്നു, പക്ഷെ ഇതായിട്ടൊന്നും ആയില്ല. നമ്മുടെ വീടിന് അടുത്താണ് വെച്ചേക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ അണ്ണാകുഞ്ഞിൻ്റെ അടുത്ത് എത്തിയിരുന്നപ്പോൾ ഇതാണ് അവൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. നമ്മൾ ബോക്സ് തുറന്നിട്ടുണ്ട്. അപ്പോൾ അവൻ നമ്മുടെ ഇവിടെ ഇരിക്കുന്നുണ്ട്, കണ്ടില്ല. അപ്പോൾ നമ്മളിത് ഫില്ലറിൽ ഇച്ചിരി പാലെടുത്തിട്ട് അപ്പോൾ അവന് കൊടുക്കാൻ വേണ്ടി പോകണം. കുടിക്കുമെന്ന് നോക്കാം. അവൻ കയറി ഒളിച്ച് കണ്ടിട്ട് ഗൈസ്, കണ്ടില്ലേ. നമ്മളവനെ പുറത്തെടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ അവൻ ഇട്ടിട്ടുണ്ട്. ബസ് കുടിക്കുന്നുണ്ട് കേട്ടോ. കൃത്യമായിട്ട് വീഡിയോയിൽ അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കുടിക്കണം കാര്യങ്ങളെല്ലാം ഉണ്ട്, കണ്ടില്ലേ. കുടിച്ചു തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി സൂം ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇതാണ് നമ്മുടെ അണ്ണാകുഞ്ഞ് കിച്ചു. അപ്പോൾ ആളിത് പയ്യെ ഇരുന്ന് പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ല. അപ്പോൾ ആൾ പയ്യെ ഇങ്ങനെ നക്കിയാണ് ഓടിക്കണേ. ജസ്റ്റ് ഞാൻ ഒരു ദിവസം ഒരു 2 ഫില്ലർ 1 ഫില്ലറൊക്കെയാണ് ഞാൻ കൊടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് എങ്ങനെയാണ് കൊടുക്കണേന്ന്. ഞാൻ അതിപ്പോൾ ആദ്യമായിട്ടാണ് വളർത്തണത്. അപ്പോൾ നമ്മൾ എന്താ കൊടുക്കണതെന്ന് വെച്ചാൽ നമ്മുടെ പാലും ബിസ്ക്കറ്റും. ഇപ്പോൾ ഏത് പാലാണ്, ഹോർലിക്സിൻ്റെ പാലോ മറ്റേ ഏതാ ഗുഡ്ഡയുടെ ബിസ്ക്കറ്റായാലും നമുക്ക് കൊടുക്കാൻ പറ്റും. അത് അതിൻ്റെ അകത്ത് പാലിട്ടിട്ട് അലിയിച്ചിട്ട് കൊടുക്കണമായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കൊടുക്കണത്. പിന്നെ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടു ഇങ്ങനെ പയറും ഇതൊക്കെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അതും കൂടി കൊടുത്ത് നോക്കിയപ്പോൾ കഴിക്കണല്ലോ. പിന്നെ ബിസ്ക്കറ്റ് കഴിക്കേണ്ടവൻ, നമുക്ക് വേറെ കൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ കൊട്ടയിലാണ് ഇടുന്നത്, കണ്ടില്ലേ. ഉണ്ടല്ലേ, നമ്മൾ ഒരു കൊട്ടയിലാണ് ആദ്യം തന്നെ ഇട്ടത്. നമ്മൾ പിന്നെ വളർത്തി ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല. എൻ്റെ അച്ഛനൊക്കെ അറിയാം. അച്ഛൻ ഈ പണ്ട് അണ്ണാനെയൊക്കെ വളർത്തി ശീലമുള്ളതായതുകൊണ്ട് അച്ഛന് അറിയാം. ഇത് അച്ഛൻ ഈ ജോലി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം രാത്രിയാവും. മീൻസ് അച്ഛൻ രാവിലെ പോണത് 10 മണിക്ക്, ജോലി കഴിഞ്ഞ് വന്ന് ഏകദേശം നല്ല ടൈമാവും, അല്ലേ. നമുക്ക് ഇവനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിപ്പോൾ ഞാൻ ഇരിക്കണതിൻ്റെ പുതിയ വീട്ടിലാണ്. അപ്പോൾ പഴയ വീട്ടിലാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളാം, കണ്ടില്ല. അപ്പോൾ നമ്മുടെ ആശാൻ നമ്മൾ തുറന്നു നോക്കിയപ്പോൾ അവിടെ തന്നെ ഉണ്ട്, ഒരു സീനൊന്നുമില്ല. ഇവനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് ഇവനെ എവിടെ നിന്നാണ് കിട്ടിയതെന്ന് വെച്ചാൽ നമ്മുടെ പഴയ വീടിൻ്റെ ഓട് പൊളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കിട്ടിയത്. നീക്കി വയ്ക്കാം. നമ്മുടെ ഓട് പൊളിച്ചുകൊണ്ടിരുന്നപ്പോൾ മീൻസ് അവിടെ ഷീറ്റ് ഇടാൻ അമ്മയച്ഛനും പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഷീറ്റ് ഇട്ടു. അപ്പോൾ ഓടിൻ്റെ ഉള്ളിൽ ഇത് കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തള്ള നേരത്തെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ അതിൻ്റെ തള്ള മരി ജാതിയുടെ മരത്തിൽ കൂടെ വന്ന് കീക്കിയൊന്ന് സൗണ്ട് ഏൽപ്പിച്ചപ്പോഴത്തേക്കും ഞങ്ങളതിനെ തുറന്നും കാര്യങ്ങളെല്ലാം വിട്ടിട്ടുണ്ടായി. വിട്ട് കഴിഞ്ഞപ്പോൾ 2 എണ്ണത്തിനെ കൊണ്ടുപോയി. അതിന് ശേഷം 3ാമത്തെ എണ്ണത്തിനെ കാക്ക കുത്തി നാശാക്കി വെച്ചേക്കായിരുന്നു. പിന്നെ അതിനെ ഞങ്ങൾ പോയി എടുത്ത് എൻ്റെ ഒരു പഴയൊരു കൂടിലിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ അതിനെ കാണാനില്ല. അതിൻ്റെ അമ്മ ഒന്ന് അതിനെ എടുത്തുകൊണ്ട് പോയി. പിന്നെ നോക്കുമ്പോൾ പട്ടിക്കൂടിൻ്റെ അടിയിൽ നിന്ന് കീന്നൊരു സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു വലിയ എലിക്കുഞ്ഞു വല്ലതായിരിക്കുന്നു. പിന്നെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് അണ്ണാകുഞ്ഞാന്ന് മനസ്സിലായത്. മറ്റേ നമ്മൾ കൂടുതൽ വെച്ച അണ്ണാകുഞ്ഞിനെ അതിൻ്റെ അമ്മ ഒന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായി. ഈ കുഞ്ഞുങ്ങൾ വേറെ എവിടെ നിന്നോ വന്നതെന്ന് എനിക്ക് തോന്നണത്. ഇത് കണ്ണ് തുറന്നിട്ടൊന്നും ഉണ്ടായില്ല, കണ്ണ് തുറക്കാണ്ടാണ് അപ്പോൾ കിട്ടിയത്. അവർ ചാടിക്കിടക്കുമായിരുന്നു. നമ്മൾ ശരിക്കും നോക്കിയപ്പോൾ അവിടെ ഒരു
ഒരു നമ്മൾ പട്ടിക്കിട്ടൊരു തെർമോക്കോളിൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു. അവൻ്റെ കൂടിൻ്റെ അടിയിലൊരു ഇതുപോലെ ഉണ്ടായപ്പോൾ തെർമോക്കോൾ ഇട്ട് കൊടുത്തു. അപ്പം അതിൻ്റെ അടിയിൽ കയറി ഇരിക്കുമായിരുന്നു. അത് കണ്ണ് പോലും തുറന്നിട്ടുണ്ടായില്ല. അങ്ങനെയാണ് കിട്ടുന്നത്. പിന്നെ 2-3 ദിവസം വളർത്തി ഇതാക്കിയപ്പോഴത്തേക്കും നമ്മുടെ കണ്ണൊക്കെ തുറന്ന് സെറ്റായിരുന്നു. നമ്മൾ കിച്ചു എന്നാണ് വിളിക്കണം ആശാനെ. ഇനി ഇപ്പോൾ തുറന്നിട്ട് നമ്മുടെ ഇതിൽ കൂടെ കൂടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. പോണേക്കുമ്പോൾ ആ ബെൽ ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഞങ്ങളുടെ അടുത്ത് ഓരോ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കണും കൂടി പിന്നെ സബ്സ്ക്രൈബും കൂടി. അപ്പോൾ എല്ലാവർക്കും ബൈ.